ശ്രീ എം ജയചന്ദ്രനിലേക്ക്. ശ്രീ എം ജയചന്ദ്രൻ, ഈ ഇത്രയേറെ വലിയ അമിതോത്സുകത കാണിക്കുകയാണ്. ഒരു കേസിൽ ഏത് തരത്തിലാണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്, അതിന് വേണ്ട ഒരു അവധാനതയുണ്ട്. അതില്ലാതെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ കാര്യം, നമ്മൾ ഈ രണ്ട് വിഷയങ്ങളെ രണ്ടായി കാണണം. വേടൻ ഉൾപ്പെട്ട കഞ്ചാവുമായി ബന്ധപ്പെട്ട കേസ്, അത് ജാമ്യം കിട്ടുന്നതാണ്. പക്ഷേ എന്നിരുന്നാലും അത് കുറ്റകരമാണ്. നിരോധിക്കപ്പെട്ട ലഹരി വസ്തു ഉപയോഗിച്ചു. അത് രണ്ടർത്ഥത്തിൽ ശരിയല്ല. ഒന്ന്, നിയമപരമായി ശരിയല്ല. രണ്ട്, അത് സാമൂഹ്യമായും ശരിയല്ല. കാരണം വേടനെപ്പോലെ ഇത്രയേറെ യുവതയെ ആകർഷിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ മാതൃകാവിരുദ്ധമായി പ്രവർത്തിക്കാനാകില്ല. നിയമത്തിനതല്ല, നിയമത്തിൻ്റെ മുമ്പിൽ നിരോധിക്കപ്പെട്ട ലഹരി വസ്തു എന്ന നിലയിൽ. പക്ഷേ അളവ് കുറവായതുകൊണ്ട് മാത്രം സ്റ്റേഷൻ ജാമ്യം നൽകുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് വേടൻ്റെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട വിഷയത്തെ വ്യതിരിക്തമായി കാണണം. അത് മറ്റൊന്നാണ്. അവിടെ അദ്ദേഹം തിരുത്താൻ തയ്യാറായാൽ അദ്ദേഹത്തെ സ്വീകരിക്കണം, അല്ലെങ്കിൽ ആ വിധത്തിൽ നമ്മൾ കാണാം. പക്ഷേ ഇവിടെ ഈ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പുലിപ്പല്ലാണോ എന്ന ശാസ്ത്രീയ പരിശോധനയില്ലാതെ എങ്ങനെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ മേളമൊക്കെ കാട്ടിയത്? അതാണ് മന്ത്രി വിമർശിച്ചത്, അതാണ് CPIM വിമർശിച്ചത് ഉദ്യോഗസ്ഥരെ. അതെ അതെ അജിംഷാദെ, ഈ ആ വിഷയം പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ അതിനു മുമ്പ് പ്രാഥമികമായി പറഞ്ഞു പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ അതുകൂടെ ഒന്ന് സൂചിപ്പിച്ചങ്ങ് അതിലേക്ക് വരാം. ഈ വേടൻ ഒരു ഇരയല്ല, അതുപോലെ തന്നെ സർക്കാർ വേട്ടക്കാരനുമല്ല. അത് ആദ്യം തന്നെ പ്രധാനമായിട്ടും പറയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വേടൻ എന്ന ഗായകൻ, അയാളിപ്പോ ഒരു വ്യക്തിയല്ല, മലയാളി യുവതയുടെ ഒരു പൊതു മനോഭാവമായിട്ടാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിലനിൽക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ. അതൊരു പൊതു അംഗീകാരമുള്ള പൊതു മനോഭാവമായിട്ട് തന്നെയാണ് റാപ്പർ വേടനെ യുവത നെഞ്ചിലേറ്റിയിട്ടുള്ളത്. അത് നമ്മൾ പല ഘട്ടങ്ങളിലും കണ്ടിട്ടുണ്ട്. എന്നാൽ സർക്കാരിൻ്റെതായിട്ടുള്ള പരിപാടികളിൽ വേടനെ ബോധപൂർവ്വം ഉൾപ്പെടുത്തി കൂടെ നിർത്തുന്ന, ഒരുമിച്ച് നിർത്തുന്ന സമീപനമാണ്, ആ കരുതലാണ് വേടനോട് കാണിച്ചിട്ടുമുള്ളത്. അത് തിരുവനന്തപുരത്തും ഇടുക്കിയിലും ഒക്കെ അതായിരുന്നു. പക്ഷേ ഇടുക്കിയിൽ ഈ കേസ് വന്ന പശ്ചാത്തലത്തിൽ അത് സ്വാഭാവികമായൊരു സർക്കാരിന് സംവിധാനം ചെയ്യേണ്ടതാണ്. കേസ് വന്ന പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തെ മാറ്റിയത്. എല്ലാവരും, ഞാൻ പറഞ്ഞത്, ഈ ഇരവാദം പറയുന്ന ആൾക്കാരാണ് കൂടുതൽ ഈ കേസിൽ. ഒരു വിഭാഗം ആൾക്കാരെ വേടനെ ഇരയാക്കി സർക്കാരാണ് വേട്ടയാടിയത് എന്നുള്ള ഇരവാദം കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് മറുപടിയായിട്ടാണ് ഞാൻ തുടക്കത്തിലേ ഇതെന്ന് പറയുന്നത്. അപ്പോ സർക്കാർ കരുതലോടുകൂടി തന്നെയാണ് വേടന്റെ കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുള്ളതും വേടനെ കൂടെ നിർത്തിയിട്ടുള്ളതും. പക്ഷേ ഈ NDPS ആക്ട് ഉണ്ടല്ലോ, സൈക്കോട്രോപിക് ഡ്രഗ്സ് ആൻഡ് സബ്സ്റ്റൻസസ് ആക്ട്, അത് ലഹരിയുമായി ബന്ധപ്പെട്ട ആക്ടിന്റെ അടിസ്ഥാനത്തിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ ആ നിയമത്തിന്റെ വഴിക്ക് മാറി. കഞ്ചാവ് കേസിൽ അത് സ്വാഭാവികമായും സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന കേസായിരുന്നു. സ്റ്റേഷൻ ജാമ്യം ലഭിക്കുകയും ചെയ്തു. അപ്പോഴാണ് വനം വകുപ്പിന്റെ എൻട്രി. വനം വകുപ്പ് ഈ ഫ്ലാറ്റ് പരിശോധനയിൽ പോലീസാണ് ഇങ്ങനെ പുലിപ്പല്ല് കിട്ടിയപ്പോ ഫോറസ്റ്റിനെ വിവരം അറിയിച്ചത്. ഉടനെ അവരിവിടെ വന്നിട്ട് ഇത് ഭയങ്കര പ്രശ്നമായിട്ട് അങ്ങ് എടുക്കുകയാണ് വനം വകുപ്പ് ചെയ്യുന്നത്. അത് പുലിയെ വേട്ടയാടി പിടിക്കുന്ന സ്വഭാവമുള്ള ആളാണ് ഇയാൾ എന്ന് വരുത്തി തീർക്കാനായിട്ട് അത്തരത്തിലുള്ള ചാർജ് ഷീറ്റ് തയ്യാറാക്കുന്ന നിലയിലേക്ക് അവർ മാറുകയാണ്. അത് വേറൊരു എപ്പിസോഡാണ്. അത് സർക്കാർ വേടനോട് കാണിച്ചിട്ടുള്ള, ആ ഗായകനോട്, അയാളുടെ ഗാനങ്ങളോട്, അയാളുടെ കവിതകളോട് കാണിച്ചിട്ടുള്ള ആ കരുതലിനെ നേരെ നിരാകരിക്കുന്ന, അതിനെ വിരുദ്ധമാക്കുന്ന, എതിർപക്ഷത്ത് നിർത്തുന്ന ഒരു സമീപനമാണ് വനംവകുപ്പ് ഈ യുവാവിനോട് കാണിച്ചത്. ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള വൃത്തികെട്ട നിലപാടാണ് വനംവകുപ്പിൻ്റെത്.